എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ പേര് വെച്ചിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ, ആ മുത്തങ്ങ സംഭവത്തിൽ അതിലൊരു ബഷീർ എന്ന കഥാപാത്രമുണ്ട്. ആ സമയത്ത് കണ്ണൂർ DIG ഓഫീസിൽ ഉള്ള ബഷീർ എന്ന പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമക്കാർ തരുന്ന കാശിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് പോലീസിൽ നിന്ന് കുറച്ചു കാലം പണിയെടുത്ത് പിന്നെ സിനിമയുടെ മായിക ലോകത്തിൽ പോയ ചില പോലീസുകാരാണ് ഇതിന്റെ തിരക്കഥ ഉണ്ടാക്കിയത്. വിവരങ്ങളുമായി VS അനു ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം അനു, നമുക്കറിയേണ്ടത് 7 മണിക്കാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ചടങ്ങ് രാവിലെ തന്നെ 7 മണിക്ക് തന്നെ നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചടങ്ങ് ഏത് വിധത്തിലായിരുന്നു? മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അത് ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ചതിന് പിന്നാലെ ആ കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവ ചർച്ചയായി വന്നു. അത് പാർട്ടിക്കുള്ളിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി. ഇതോടുകൂടിയാണ് ഉച്ചയോടുകൂടി ഇന്ന് രാവിലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ റവാഡ ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. ADGP MR അജിത്കുമാറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോമസൻ ജോസും ഹെഡ്ക്വാർട്ടേഴ്സ് AIG G പൂങ്കുഴിയിൽ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ 7 മണിക്കാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള S ശ്രീജിത്ത്, ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ്, അതുകൂടാതെ ബറ്റാലിയൻ ADGP MR അജിത്കുമാർ ഇവരും 3 പേരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം താൽക്കാലിക ചുമതല നിർവഹിക്കുന്ന H വെങ്കടേഷ് പോലീസ് അധികാരത്തിന്റെ ബാറ്റർ അദ്ദേഹത്തിന് കൈമാറി. പിന്നീട് ധീര സ്മൃതി ഭൂമിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. അനു, ഇനി അറിയേണ്ടത് ഈ പ്രതിഷേധവുമായി എത്തിയ ബഷീർ എന്ന പേരാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബഷീർ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? ബഷീർ കേരള പോലീസിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കണ്ണൂരിലെ DIG ഓഫീസിലും ട്രാഫിക് ഉൾപ്പെടെ ജോലി ചെയ്തു. 2 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ സേവനം കഴിഞ്ഞത്. അദ്ദേഹം നിലവിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇതിപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർക്കായുള്ള വാർത്താ സമ്മേളനത്തിനിടെ ആണ് ഇദ്ദേഹം ഒരു ചോദ്യവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം ഒരു ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ID കാർഡ് അദ്ദേഹം കരുതിയിരുന്നു. അതുകൊണ്ടാണ് പോലീസിന് ഇയാളെ പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കാത്തത്. മാത്രമല്ല കയ്യിൽ ചില വീക്കിലുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ചില പരാതികൾ അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ പരാതികൾ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം നമ്മോട് നിരവധി തവണ അദ്ദേഹത്തോട് നമ്മൾ എന്താണ് പരാതി എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അടുത്തിടെ മലയാളത്തിൽ ഇറങ്ങിയ മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഒരു സിനിമയിൽ ബഷീർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമുണ്ട്. തന്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പോലീസ് അദ്ദേഹത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. VS അനുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.